അല്ലല്ല, ഇനി 3 പേരും കിട്ടും. നിങ്ങൾ എഴുതിക്കോളൂ. ബോർ മോഡൽ ഫോർ ഹൈഡ്രജൻ ആറ്റമേ. ബോർ മോഡൽ ഫോർ ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റം. അപ്പൊ അതിനകത്ത് അതിന്റെ പോസ്റ്റുലേറ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. പോസ്റ്റുലേറ്റ്. സിമ്പിൾ ആണ്. ഈ പോസ്റ്റുലേറ്റ് ഇതേപോലെ പഠിക്കണം. ഇത് ഒരു ചോദ്യം എന്തായാലും ഉള്ളതാണ്. പോസ്റ്റുലേറ്റ്. അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ പറയുന്നത് ദ ഇലക്ട്രോൺ in the hydrogen atom, electron in the hydrogen atom can move around the nucleus in a circular path of fixed radius and energy called orbits or stationary states full stop. They are numbered as 1, 2, 3, 4 ഇങ്ങനെ, or K, L, M, N. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മള് റുദർഫോർഡ് ആയിരുന്നു ഇതിന് മുമ്പ് കണ്ടുപിടിച്ചത്. റുദർഫോർഡ് കണ്ടുപിടിച്ച എങ്ങനെയാണെന്നറിയോ? ന്യൂക്ലിയസ് ഇവിടെ, ഒരു ഇലക്ട്രോൺ തന്നെ ഇങ്ങനെ കറങ്ങുന്നു, വേറൊരു ഇലക്ട്രോൺ തന്നെ ഇങ്ങനെ കറങ്ങുന്നു, അടുത്ത ഇലക്ട്രോൺ തന്നെ ഇങ്ങനെ ഈ ശരി കറങ്ങുന്നു, അടുത്ത ഇലക്ട്രോൺ തന്നെ ഇങ്ങനെ കറങ്ങുന്നു, അടുത്ത ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങുന്നു. ഇങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത്. ഇതാണോ പടത്തിന്? ഇത് തെറ്റാ. കാരണം എന്താ പറഞ്ഞാൽ ഇവര് പറയുന്നത് എല്ലാ ശരിക്കും ഒരേ എനർജിയിലാണ് കറങ്ങുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ ഇലക്ട്രോൺ ഹൈ സ്പീഡിലാണ് കറങ്ങുന്നതെന്നാണ് പറയുന്നത്. ഒരിക്കലും ഇലക്ട്രോൺ ഹൈ സ്പീഡിലല്ല കറങ്ങുന്നത്. ഇലക്ട്രോൺ ഹൈ സ്പീഡിൽ കറങ്ങി കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങി വന്ന് ന്യൂക്ലിയസിനകത്ത് വന്ന് വീഴും. എനർജി റേഡിയേറ്റ് ചെയ്ത് കൈനസി പറഞ്ഞില്ല. ഓർക്കുന്നില്ലേ? റുദർഫോർഡ് പഠിപ്പിച്ചപ്പോഴോ നീ ഓടുന്ന സമയത്ത് നിന്റെ ശരീരം ക്ഷീണിക്കുന്നൊക്കെ പറഞ്ഞു ഓർക്കുന്നില്ലേ? നീ ഇല്ലായിരുന്നോ? പോട്ടെ, കുഴപ്പമില്ല. അപ്പം നോക്കി, ഇങ്ങനെയായിരുന്നു റുദർഫോർഡിന്റെ കൺസെപ്റ്റ് അനുസരിച്ചുള്ള ഷെല്ല്. പക്ഷെ ബോർ വന്നിട്ട് പറഞ്ഞു ഷെല്ലുകളൊക്കെ എങ്ങനെയായിരിക്കുന്നത്? ഓരോ ഷെല്ലിനും ഓരോ എനർജിയാണ്. അതിനെ 1, 2, 3 ഓരോ ഷെല്ലും 1, 2, 3, 4 ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഒന്നാമത്തെ ഷെല്ലിൽ കറങ്ങുന്ന എന്താണ്, ഇലക്ട്രോൺസിന് ഒരു ഫിക്സഡ് എനർജി ഉണ്ടാവും. രണ്ടാമത്തേന് അതിൽ കൂടുതലായിരിക്കും എനർജി, മൂന്നാമത്തേന് അതിൽ കൂടുതലായിരിക്കും എനർജി എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു. മറ്റേന്ന് പറയുമ്പോൾ ഒരു ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. അതിനെപ്പറ്റിയുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു എവിഡൻസ് ഒന്നും തന്നിട്ടില്ല. അതല്ലേ അതിന്റെ ഡ്രോബാക്ക് തന്നെ. റുദർഫോർഡിന്റെ ഡ്രോബാക്ക് എന്തായിരുന്നു? അതായത് സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഒന്ന്, രണ്ടാമത്തത് ഇലക്ട്രോണിക് സ്ട്രക്ചർ നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതാണ് പ്രശ്നം. അതിവിടെ മാറ്റി. മനസ്സിലായോ? ജ്യോതിഷ ഇത്രയായിരുന്നു നമ്മൾ എഴുതിപ്പിച്ചത്. അത് ഒന്ന് എഴുതിയെടുക്കുക. ഓക്കെ. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത് എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ in the orbit does not changes with time. എന്ന് പറയാൻ അർത്ഥം എന്തോ? മറ്റേ മാക്സ് പ്ലാങ്ക്സ് പറഞ്ഞ എന്താ? റുദർഫോർഡ് പറഞ്ഞത് ഒരു ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങുമ്പോൾ ഹൈ സ്പീഡിലാണ് കറങ്ങുന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ സ്പീഡ് കൂടിക്കൊണ്ടിരുന്ന എന്ത് സംഭവിക്കും? സ്പീഡ് കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റേഡിയേഷൻ എമിറ്റ് ചെയ്താൽ എനർജി കുറഞ്ഞ് ന്യൂക്ലിയസ് വന്ന് വീഴും, അല്ലേ? പക്ഷെ അങ്ങനെ വീഴുന്നുണ്ടോ? അങ്ങനെ വീഴുന്നില്ല. അതായത് സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പൊ അതിനർത്ഥം എന്താ? അതായത് ഓരോ ഷെല്ലിലും ഇലക്ട്രോൺസ് കോൺസ്റ്റന്റ് സ്പീഡിലായിരിക്കും പോകുന്നത്. അതായത് ഒന്നാമത്തെ ഷെല്ലിൽ ഒരു പാർട്ടിക്കുലർ സ്പീഡ്, രണ്ടാമത്തെ ഷെല്ലിൽ വേറൊരു സ്പീഡ്, മൂന്നാമത്തെ ഷെല്ലിൽ വേറൊരു സ്പീഡ്. പക്ഷെ എല്ലാ ഇലക്ട്രോൺസിന്റെ സ്പീഡ് എന്തായിരിക്കും? അതത് ഷെല്ലിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എനർജി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. മൂന്നാമത്തേത് എഴുതിക്കോ. ദ ഫ്രീക്വൻസി
the frequency of radiation എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കണേ. emitted or absorbed emitted or absorbed is given as nu is equal to E2 minus E1 divided by H. അതിനെ നമ്മൾ ബോർ ഫ്രീക്വൻസി എന്ന് പറയും. ബോർ ഫ്രീക്വൻസി പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ സാധനമാണിത്. അതായത് രണ്ട് എനർജി ഉള്ള രണ്ട് ഷെല്ലിനെ ഞാൻ ഇങ്ങനെ മറ്റേ വട്ടത്തിലിരിക്കുന്ന ഷെല്ലിനെ കട്ട് ചെയ്ത് പരത്തി നേരെ ആക്കി കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. ഇവിടെ ഒരു ഇലക്ട്രോൺ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഇലക്ട്രോണിന്റെ ദേഹത്തോട്ട് വെട്ടം വന്ന് വീണ സമയത്ത് E is equal to H nu എന്ന് പറയുന്ന എനർജിയാണ് അതിന്റെ മണ്ടയ്ക്ക് വന്ന് വീണത്. അതിനവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അതെന്ത് ചെയ്യും? അതായത് ഇതിന്റെ എനർജി E1 ആണ്. അപ്പോൾ ഓൾറെഡി ഇപ്പൊ ഇവിടെ നിന്ന് ഒരു എനർജി കിട്ടിയപ്പോൾ പിന്നെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അവൻ ചാടി തട്ടി ഇവിടെ പോകും ഇല്ലേ? അത് E2 ആണ്. അപ്പം E1 നിന്ന് E2 പോകാൻ എത്ര എനർജി അബ്സോർബ് ചെയ്തു? H nu എനർജി. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതില്ലയോ? അതായത് ഇവിടത്തെ അബ്സോർബ് ചെയ്ത എനർജി എന്താ? H nu is equal to E2 minus E1 എന്ന് എഴുതിക്കോ അല്ലേ? അങ്ങനെയാണ് അവിടുത്തെ ന്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? E2 minus E1 divided by എന്ത് ചെയ്താൽ മതി? H ചെയ്താൽ മതി. ഇതാണ് ഇതിനെ ബോർഡ് ഫ്രീക്വൻസി എന്ന് പറയും. എന്നിട്ട് പോയിട്ട് തിരിച്ചവൻ താഴേക്ക് തന്നെ വരും. മനസ്സിലായോ? ഇനി അടുത്തത്, ഏതൊരു കറങ്ങുന്ന ഒബ്ജക്റ്റിനും മൊമെന്റം ഉണ്ട്. മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താ? മൊമെന്റം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആക്കം എന്ന് പറയും. ആക്കം, അതായത് ആക്കം എന്നൊക്കെ പറയും. അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ലോങ് ജമ്പ് നീ ചാടുന്നത് എങ്ങനെയാ? നീ ഓടി അത്ലറ്റിക്സിന് പോയില്ലേ? നീ ഓടി വന്നല്ലേ ചാടുന്നത്? എന്തിനാ ഓടി വന്ന് ചാടുന്നത്? നിന്നിട്ട് ചാടിയ പോലെ തവള ചാടുന്നത്. അപ്പൊ അത്രയും എന്ത് കിട്ടത്തില്ല? പവർ, ഫോഴ്സ് കിട്ടത്തില്ല. അപ്പം മൊമെന്റം എന്ന് പറയുമ്പോൾ മൊമെന്റം ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. നീ നല്ല വെലോസിറ്റി കൂട്ടി കഴിഞ്ഞാൽ മൊമെന്റം കൂടും. മൊമെന്റം കൂടിയാൽ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എഫിസിക്കലി m into a. അപ്പം വെലോസിറ്റി കൂടിയാൽ ആക്സലറേഷൻ കൂടും, ആക്സലറേഷൻ കൂടിയാൽ ഫോഴ്സ് കൂടും. നിനക്ക് ലോങ് ഡിസ്റ്റൻസ് പോകാൻ പറ്റും. നീ ഒരാളെ അടിക്കാൻ പോകുമ്പോൾ ഞാനിപ്പോ എനിക്ക് നിങ്ങളെ അടിക്കണം. ഞാൻ അടിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ അടിക്കുന്നത്? ഇങ്ങനെയാണോ അടിക്കുന്നത്? അല്ല, നിനക്ക് വേറെ എടുക്കാനല്ലേ അടിക്കുന്നത്. ഞാൻ വലിച്ചു വെച്ചോണ്ടൊന്നും തരത്തില്ലേ. എന്തിനാ വലിക്കുന്നത്? മൊമെന്റം കൂടാൻ വേണ്ടിയാണ്. അപ്പം ഏതൊരു വെലോസിറ്റി ഉള്ള ഒരു ഒബ്ജക്റ്റിനും മൊമെന്റം ഉണ്ട്. അത് സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ പോകുന്നതാണെങ്കിൽ ലീനിയർ മൊമെന്റം എന്നും, സർക്കുലർ മോഷനിലാണെങ്കിൽ ആംഗുലാർ മൊമെന്റം എന്നുമാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഇലക്ട്രോൺസ് എങ്ങനെയാണ് കറങ്ങുന്നത്? നേരെയാണോ? അപ്പൊ അവിടെ ഒരു ആംഗുലാർ മൊമെന്റം ആണ് ഉണ്ടാകുന്നത്. ആംഗുലാർ മൊമെന്റം എന്ന് പറയുമ്പോൾ അതിനൊരു ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അതാണ് നാലാമത്തെ പോസ്റ്റ്ലേറ്റ്. ആംഗുലാർ മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ is the integral multiple of integral multiple of h by 2 pi എന്ന് പറഞ്ഞൊരു വാല്യൂന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറയുന്ന അർത്ഥം എന്തുവാ? പറയാം, നോക്കിക്കോ. mvr ഇതാണ് ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ. എപ്പോഴും എന്തായിരിക്കും? ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിക്കും. ആംഗുലാർ മൊമെന്റം ഈസ് ഈക്വൽ ടു ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ സർക്കുലർ ഒബ്ജക്റ്റിന്റെ ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താണ്? mvr ആണ്. മാസ് ഇൻടു വെലോസിറ്റി ഇൻടു റേഡിയസ്. അത് എന്താണെന്ന് അവർ പറഞ്ഞത്? അത് എന്തിന് ഈക്വൽ ആണെന്നാ പറഞ്ഞത്? അത് ഇന്റിജർ മൾട്ടിപ്പിൾ ഓഫ് h by 2 pi അല്ലേ? h by 2 pi യുടെ ഇന്റിജർ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ n into h by 2 pi. ഫസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ ആംഗുലാർ മൊമെന്റം കണ്ടുപിടിക്കണമെങ്കിൽ n എന്ത് ഇട്ട് കൊടുത്താൽ മതി? 1 ഇട്ട് കൊടുത്താൽ മതി. സെക്കൻഡിന് കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? n ന് 2 ഇട്ട് കൊടുത്താൽ മതി. തേർഡിന് കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ n ന്റെ 3 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഓരോ ഷെല്ലിൽ കറങ്ങുന്ന ഇലക്ട്രോൺസിന്റെ ആംഗുലാർ മൊമെന്റം നമുക്ക് എന്ത് ചെയ്തു? രണ്ട് ഈക്വേഷൻ കിട്ടും. അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എഴുതണം വേർ n ഈസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതാം? 1 2 3 എക്സെട്ര. h എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. പറഞ്ഞോ. കേട്ടില്ല.
അതെ, എന്റെ ഇയർഫോൺ എന്തോ ഒരു കംപ്ലൈന്റ് ആയേ. ഞാൻ ഈ ലാപ്പിന്റെ സ്പീക്കർ വഴിയാണ് കേൾക്കുന്നത്. ഒന്ന് പറഞ്ഞോ, ഇച്ചിരി വ്യക്തമായിട്ട് പറയണേ. സാർ, ഇലക്ട്രോൺ ഈസി എന്ത്? ഇലക്ട്രോൺ ഈസി എന്ത്? ഇലക്ട്രോൺ ഈസ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. ഓക്കെ. അടുത്ത പോസ്റ്റുലേറ്റ് അത് എഴുതിക്കോ. 6.626 into 10 raised to minus 34 joules second. ഇനി ഈ സ്റ്റേഷനറി സ്റ്റേറ്റില്, സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താ? ഓർബിറ്റിനെയാണ് പറയുന്നത്. ഈ ഓർബിറ്റിനെയാണ് സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിന് പേരുണ്ട്. n = 1 ആണെങ്കിൽ ഫസ്റ്റ് ഓർബിറ്റ് k ഷെൽ, n = 2 ആണെങ്കിൽ സെക്കൻഡ് സ്റ്റേഷനറി ലെവൽ, അതിനെ അതായത് m. അപ്പൊ അതും പുള്ളി പറഞ്ഞു തന്നായിരുന്നു. നോക്കിയോ, അഞ്ചാമത്തേത് ദ സ്റ്റേഷനറി സ്റ്റേറ്റ്സ്. അതിനെ നമ്മൾ ഓർബിറ്റ് എന്ന് എഴുതാം. ഓർബിറ്റ്സ് ആർ നമ്പേർഡ് n = 1, 2, 3 etc. and are called as principal quantum number. Principal quantum number. Principal quantum number. അപ്പൊ n = 1, 2, 3 അതിനെയൊക്കെ നമ്മൾ എന്താ പറയുന്നത്? ക്വാണ്ടം നമ്പേഴ്സ് ആണ്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ് ആണ് പറയുന്നത്. ഓക്കെ. അടുത്തത് ആറാമത്തേത്, ഈ ബോർ എന്ത് ചെയ്യുന്നറിയോ? എല്ലാത്തിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തന്നെയാണ്. ഓരോ ഷെല്ലിന്റെ, ഓരോ ഓർബിറ്റിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തായിരുന്നു. അത് നമ്മൾ പഠിക്കണം. ദ റേഡിയൈ ഓഫ് സ്റ്റേഷനറി ഓർബിറ്റ്. ദ റേഡിയൈ ഓഫ് സ്റ്റേഷനറി orbits is given as Rn = n square a naught. Rn n square. The radii radius തന്നെ. radius എഴുതിയാൽ മതി, കുഴപ്പമില്ല. ഏതാ n ഷെൽ കഴിഞ്ഞാൽ KLMNO. അങ്ങനെ നമുക്ക് പഠിക്കാനില്ലല്ലോ. ഇപ്പൊ ഞാൻ പറയട്ടെ, 4 ഷെല്ലിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 4 ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ 60 എണ്ണം ഇല്ലേ? പീരിയോഡിക് ടേബിളിൽ തന്നെ 118 എലമെന്റ് ഉണ്ട്. എല്ലാ 172 ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട് മൊത്തം കൂടെ. അപ്പം 118 എലമെന്റ്സിനെ ഉൾക്കൊള്ളണമെങ്കിൽ KLM ഷെല്ല് മതിയോ? ഇല്ല. ശരിക്കും ഷെല്ലിനെ നമ്മൾ ഇൻഫിനിറ്റി വരെയാണ് കൺസിഡർ ചെയ്യുന്നത്. കാണുമായിരിക്കും, നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. നീ കണ്ടുപിടിച്ചിട്ടുണ്ട്? ഇല്ല, നമുക്ക് അറിയത്തില്ലല്ലോ. ഏതാ എലമെന്റ്സ് ഇപ്പൊ പുതിയ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയല്ലേ. ആർട്ടിഫിഷ്യലി നമുക്ക് ഇഷ്ടം, നാച്ചുറൽ ആയിട്ടുള്ള കുറെ ഉണ്ട്. അല്ലാതെ ആർട്ടിഫിഷ്യലി ഇപ്പൊ വീണ്ടും കണ്ടുപിടിച്ചോണ്ടേ ഇരിക്കുക. എന്നിട്ട് ഓരോരുത്തരുടെ വെല്ലോറൻസിയം, പുണ്ണുണ്ണൊക്കിയം, എന്താണ് പിന്നെന്താ നെപ്റ്റ്യൂണിയം, പ്ലൂട്ടോണിയം, ഇങ്ങനെയൊക്കെ ഓരോ എലമെന്റ് ഉണ്ട്. ഓരോരുത്തർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവരുടെ പേരിടും, അല്ലെങ്കിൽ അവരുടെ സ്ഥലത്തിന്റെ പേരിടും, അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിന്റെ പേരിടും, അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പം പ്ലാനറ്റ്സിന്റെ പേരിടും. ലോറൻസിയം അത് അയാളുടെ പേര്. ഇനി ധനു പേര്, ധനു നാളെ ഒരു ഇത് കണ്ടുപിടിച്ച് ധനുവിയം എന്ന് വല്ലതും ഇടാം നമുക്ക്. മനസ്സിലായോ? ഓക്കെ, പറയാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയോ, ഇനി നോക്കിയോ n square a naught. a naught എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക? a naught ഒരു വാല്യൂ ഉണ്ട്. a naught is where a naught is equal to 52.9 picometer. ഈ പൈക്കോമീറ്ററിനെ മീറ്റർ ആക്കുമ്പോൾ എങ്ങനെയാണെന്നറിയോ? 52.9 into 10 raised to minus 12 മീറ്റർ എന്ന് വരും. n എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നാമത്തെ ഷെല്ലിന്റെ ആണെങ്കിൽ എന്നിന് എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. രണ്ടാമത്തെ ഷെല്ലിനാണെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം? എന്നിന് 2. മൂന്നാമത്തെ ഷെല്ലാകുമ്പോൾ എന്താ? അപ്പൊ അത് ഇൻറ്റു ആ a നോട്ടിന്റെ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് അതിന്റെ ആ ഷെല്ലിന്റെ റേഡിയസ് കിട്ടുന്നുണ്ടാവും. കോൺസ്റ്റന്റ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഏഴാമത്തേത്, അതായത് റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മാത്രമല്ല പുള്ളി കണ്ടുപിടിച്ചത്. പുള്ളി ഓരോ ഷെല്ലിൽ
കറങ്ങുന്ന ഇലക്ട്രോൺസിന്റെ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനോട് പുള്ളി കണ്ടുപിടിച്ചായിരുന്നു. അതുകൂടെ നമുക്ക് പറയാം. എനർജി ഓഫ് സ്റ്റേഷനറി ഓർബിറ്റ്സ് is given as En suffix n ആണ് is equal to negative RH divided by n square. Negative RH divided by n square. Where RH is Rydberg constant. Where RH is the Rydberg constant. Rydberg constant. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2.18 into 10 raised to minus 18 ജൂൾ ആയിരിക്കും. ഏതാ H ക്യാപിറ്റൽ സഫിക്സ് ആയിട്ട് എഴുതണേ, താഴെ എഴുതണം. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒന്നാമത്തെ ഷെല്ലിന്റെ എനർജി ആണോ രണ്ടാമത്തെ ഷെല്ലിന്റെ എനർജി ആണോ കൂടുതൽ? അതെന്താ കാരണം? റേഡിയസ് രണ്ട് ഷെല്ലുള്ളൂ. ഒന്നാമത്തെ ഷെല്ലിന്റെ എനർജി ആണോ രണ്ടാമത്തെ ഷെല്ലിന്റെ എനർജി ആണോ കൂടുതൽ? അല്ലെങ്കിൽ ഒന്നാമത്തെ ഷെല്ലിൽ കറങ്ങുന്ന ഇലക്ട്രോൺസിന്റെ എനർജി ആണോ രണ്ടാമത്തെ ഷെല്ലിൽ കറങ്ങുന്ന ഇലക്ട്രോൺസിന്റെ എനർജി ആണോ കൂടുതൽ എന്നായിരിക്കും. എപ്പോഴും ആലോചിച്ചോണം, ന്യൂക്ലിയസ് എപ്പോഴും ആ കറങ്ങുന്ന ഇലക്ട്രോൺസിനെ ഒന്ന് പിടിച്ചു വെക്കും. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്തോറും ഇലക്ട്രോൺസിന് സുഗമമായിട്ട് കറങ്ങാൻ പറ്റും. അപ്പൊ അതിന്റെ എനർജി കൂടും. അപ്പം എന്താണ് ഷെല്ലിന്റെ, അതായത് ഷെല്ലിന്റെ എണ്ണം ഇങ്ങനെ കൂടുന്തോറും ഇപ്പം കെ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ കാട്ടിലും എനർജി കൂടുതലായിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് പഠിച്ചപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇത് E1 എന്ന് കരുതിയിട്ട്, ഇത് E2 എന്ന് കരുതിയിട്ട്, ഇത് E3 എന്ന് അങ്ങനെ പഠിച്ചത്. ഇത് 100 ജൂൾ കൊടുത്തു, ഇത് 200 കൊടുത്തു, ഇത് 300 കൊടുത്തു. ഓരോ ഷെല്ലിനും എനർജി എന്താ കൂടി പോവാ. എന്തെങ്കിലും ചിന്തിക്കത്തില്ലേ മക്കളെ? അല്ലേ? അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, എന്റെ റീസൺ എന്താ? റീസൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസുമായിട്ട് അകന്നകന്ന് പോകുമ്പോൾ എന്ത് സംഭവിക്കും? അതായത് ഇലക്ട്രോൺസുമായിട്ടുള്ള ന്യൂക്ലിയസിന് ഇലക്ട്രോണുമായിട്ടുള്ള അട്രാക്ഷൻ കുറയും, അല്ലെങ്കിൽ അത് പിടിച്ചു വെക്കുന്ന കുറയും. അപ്പൊ ഇലക്ട്രോൺസിന് കുറച്ചുകൂടി നന്നായിട്ട് കറങ്ങാൻ പറ്റും, അതിന്റെ എനർജി കൂടും. അതാണ് ഉദ്ദേശിക്കുന്നത്. ലോജിക്കൽ മീനിങ് അതാണ്. ഓക്കെ ആണല്ലോ? അപ്പം താഴോട്ട് വേണമെങ്കിൽ എഴുതാം. എന്താ ഇതിന്റെ താഴോട്ട് എഴുതാം, എനർജി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് നമ്പർ ഓഫ് ഷെൽ. അത് വേണമെങ്കിൽ താഴോട്ട്, അതിന്റെ താഴോട്ട് തന്നെ എഴുതാം. എനർജി ഇൻക്രീസസ് വിത്ത് increase in number of shell. Increase in number of shell. ഇനി എട്ടാമത്തെ അതിന്റെ പോസ്റ്റുലേറ്റ് പറയുന്നത്, ഈ കറങ്ങുന്ന ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത് പുള്ളി പറയുന്നുണ്ട്. വെലോസിറ്റി ഓഫ് റിവോൾവിംഗ് ഇലക്ട്രോൺസ് is given by നമുക്കറിയാം MVR എന്ന് പറഞ്ഞാൽ എന്തെന്നാ പറഞ്ഞത്? NH/2π എന്നാ പറഞ്ഞത്. ആണോ? അവിടുന്ന് V കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? NH/2π എന്ത് ചെയ്താൽ മതി? M മാറും, ഇങ്ങ് താഴെ കൊണ്ടുവന്നാൽ മതിയല്ലോ, പോരെ? അപ്പൊ NH/2πmr കൊണ്ടുവന്നത് ഇതായിരിക്കും വെലോസിറ്റി ഇക്വേഷൻ. അടുത്ത വർഷം ഇത് എങ്ങനെയൊക്കെയാ വന്നെന്നുള്ളത് പ്രൂവ് ചെയ്യാനുണ്ട്. അടുത്ത വർഷം +2 ഇതെങ്ങനെയാ വന്നത്, ബോറിന്റെ ഇത് വെച്ചിട്ട് ബോറിന്റെ റേഡിയസിന് വേറെ വാല്യൂ അതെങ്ങനെയാ വന്നത് എന്നൊക്കെ ഉള്ളതിന്റെ ഡെറിവേഷൻ നമുക്ക് പഠിക്കാനുണ്ട് അടുത്ത വർഷം. ഇനിയും ബോർ മോഡലിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം. ബോർ മോഡലില് ഹൈഡ്രജൻ ആധാരമാക്കി മാത്രം ഡെവലപ്പ് ചെയ്തൊരു മോഡലാണ്. ബാക്കി എലമെന്റ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പുള്ളിക്ക് അത് അറിയത്തില്ല. പുള്ളി അതിനെപ്പറ്റി കൂടുതൽ എക്സ്പീരിമെന്റ് ഒന്നും ചെയ്തില്ല. മനസ്സിലായി? പിന്നീട് വന്ന സയന്റിസ്റ്റുകൾ അതിന് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് പിന്നീട് അത് കണ്ടുപിടിച്ചതെങ്കിലും ഇദ്ദേഹത്തിന്റെ എല്ലാം ഒരു ഇലക്ട്രോൺസ് ഉള്ള എന്താണ് എലമെന്റുകളുടെ ഇതിനെ പറ്റിയാണ്. ഒരു ഇലക്ട്രോൺസ് ഉള്ള എലമെന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ മാത്രമല്ല. ഒരു ഇലക്ട്രോൺസ് ഇപ്പം ലിഥിയത്തിനകത്തുനിന്ന് ഹീലിയത്തിനകത്തുനിന്ന് ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ, He1+ എന്ന് പറയും. അതിനെപ്പറ്റി പുള്ളി പഠിച്ചായിരുന്നു. അതേപോലെ ലിഥിയത്തിനകത്തുനിന്ന് 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ Li1+ ആകത്തില്ല, അപ്പോഴും അതിനകത്ത് ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അതിനെപ്പറ്റിയും പുള്ളി പഠിച്ചു. അതേപോലെ ബെർലിയത്തിനകത്ത് മൊത്തം എത്രയാണ്? ബെർലിയത്തിനകത്ത് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം പോയി. അതിന് പകരം അതിനകത്ത് ഒരെണ്ണം നിലനിർത്തുന്ന രീതിയിൽ അയോൺസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെപ്പറ്റി പുള്ളിക്ക് പഠിക്കാനായിട്ട്, അതായത് ഒരു ഇലക്ട്രോൺ ഹൈഡ്രജനെ പറ്റി മാത്രമല്ല ഒരു ഇലക്ട്രോൺസ് ഉള്ള അയോൺസിനെ പറ്റിയും പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റി, പഠിക്കാൻ പറ്റി എന്നുള്ളതാണ് പുള്ളിയുടെ ലാസ്റ്റ് പോസ്റ്റുലേറ്റ്. സോഡിയത്തിനകത്ത് ഒരെണ്ണം പോയി ബാക്കി പിന്നെ 10 ഇലക്ട്രോൺസ് ഇല്ലേ, ശരിയല്ലേ? അപ്പൊ നോക്കിയോ, അപ്പൊ ഇവിടെ നോക്കിയോ, ഇവിടെ
ഒമ്പതാമത്തെ പോസ്റ്റിലേക്ക് ആയിട്ടിരിക്കും. Bohr's theory can be applied, can also be applied to ions containing one electron similar to that present in hydrogen. ഓക്കെ, ഇനി നോക്കിയോ ഡീമെറിറ്റ്സ് എഴുതിക്കോ. ഡീമെറിറ്റ്സ് ഓഫ് ബോർ മോഡൽ. നമ്മളിതിന്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് വരികയാണ്. ഇതിന്റെ ഡീമെറിറ്റ്സ് കൂടെ കഴിഞ്ഞാൽ പിന്നെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലും കൂടെ ഉള്ളൂ. അവിടെ ഇനി മുതലെല്ലാം എന്താണെന്ന് അറിയാമോ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാനുള്ള ടോപ്പിക്കുകളായിരുന്നു. ഇതുവരെ തിയോറിറ്റിക്കൽ ടോപ്പിക്കായിരുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ടോപ്പിക്കുകളാണ് വരുന്നത് കൂടുതൽ. അപ്പോൾ എഴുതിക്കോ ഡീമെറിറ്റ്സ് ഓഫ് ബോർ മോഡൽ. ഡീമെറിറ്റ്സ് ഓഫ് ബോർ മോഡൽ. ഒന്നാമത്തേത്, it cannot explain line spectrum of hydrogen. അതായത് സ്പെക്ട്രം ഉണ്ടാവുന്നുള്ളത് കണ്ടുപിടിച്ചു, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. എക്സ്പ്ലെയിൻ ചെയ്ത് ആരൊക്കെയാ? ആ ലൈമനും ബാൾമനും ബാസ്റ്റനും ബ്രാക്കറ്റും ബീഫണ്ടുമാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തത്. മനസ്സിലായോ? ഇദ്ദേഹം അതിന്റെ എന്ത് ചെയ്തു? ഇദ്ദേഹം അതിന്റെ വിത്ത് വിതച്ചിട്ടിട്ട് പോയി. ബാക്കി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പുള്ളി പറ്റിയില്ല. ഓക്കെ, അതാ പുള്ളിയുടെ ഡ്രോബാക്ക്. രണ്ടാമത്തേത് it is unable to explain Stark effect and Seeman effect. Stark effect and Seeman effect. Stark effect and Seeman effect. അതെന്താന്നുള്ള കാര്യം താഴെ ഓർത്തു. ഈ സ്റ്റാർക്ക് എഫക്ട് എന്താണെന്ന് എഴുതിക്കോ. സ്റ്റാർക്ക് എഫക്ട് എന്ന് പറഞ്ഞാൽ അറിയോ? സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് by electric field. അതേപോലെ സീമാൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ്. അതെന്താ അറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം കുറെ സ്പെക്ട്രൽ ലൈൻസ് കാണിച്ചായിരുന്നല്ലോ, കളേർഡ് ആയിട്ടുള്ള. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് അടുത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുവച്ചാലും ആ സ്പെക്ട്രൽ ലൈൻസ് എന്ത് ചെയ്യും? അബ്സോർഷൻ സ്പെക്ട്രം, എമിഷൻ സ്പെക്ട്രം കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നില്ലേ ഓരോത്തിന്റെയും. അപ്പൊ അത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും ഇലക്ട്രിക് ഫീൽഡ്. പക്ഷെ അതൊന്നും എന്ത് ചെയ്തില്ല, ആരും എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഈ ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തില്ല. സീമാൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്താ? സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് by magnetic field. പിന്നെ അടുത്തത് മൂന്നാമത്തേത്, it could not explain the ability
of atom, ability of atom to form, ability of atom to form molecules by chemical bond, നമുക്കറിയാലോ ഒരു മോളിക്യൂൾ ഫോം ചെയ്യാൻ എങ്ങനെയാ, രണ്ട് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് ബോണ്ട് ഫോർമേഷൻ നടന്നിട്ടാണ് ഉണ്ടാകുന്നത് അല്ലേ. പക്ഷെ അത് പുള്ളിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല നന്നായിട്ട്. ഓക്കെ, അടുത്ത നാലാമത്തെ അതിന്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് it did not consider the wave character of matter and Heisenberg uncertainty principle, Heisenberg's uncertainty principle. ഇന്ന് നമ്മുടെ സൂര്യകായത്തിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഈ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. അതുകൊണ്ടാണ് ഞാനപ്പോൾ പറഞ്ഞു തരാത്തത്. നമുക്ക് ഇത് പഠിപ്പിക്കുമ്പോൾ അത് ക്ലിയർ ചെയ്ത് തരാം. ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി അപ്പം ഞാൻ പറഞ്ഞു ലൈറ്റിന് എന്തുണ്ട്, ലൈറ്റിന് ശരിക്കും പറഞ്ഞാൽ വേവ് നേച്ചർ പാർട്ടിക്കൽ നേച്ചർ ഉണ്ട്. അതുപോലെ ഓരോ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഉടുപ്പ് ഒരു മാറ്ററാ, ഈ ഉടുപ്പിനും എന്തുണ്ട്, വേവ് നേച്ചറും പാർട്ടിക്കൽ നേച്ചറും. ഒരു ഫുട്ബോളിനും വേവ് നേച്ചറും പാർട്ടിക്കൽ നേച്ചറും ഉണ്ട്. ഇങ്ങനെ തന്നെ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ തന്നെ ഫുട്ബോൾ അടിക്കുമ്പോൾ ഫുട്ബോൾ ഇങ്ങനെയാണ്. നമുക്കും വേവ് നേച്ചർ ഉണ്ട്. നമ്മളെങ്ങനെ നടക്കും, ഇങ്ങനെയാണോ നടക്കുന്നത്? ആണോ? പക്ഷെ നമുക്കും വേവ് നേച്ചർ ഉണ്ട്. എല്ലാ മാറ്ററിനും വേവ് നേച്ചർ ഉണ്ട്. പക്ഷെ നമുക്ക് വേവ് നേച്ചർ എക്സ്പീരിയൻസ് ചെയ്യാത്തതിന് വേറൊരു കാരണമുണ്ട്. അത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറഞ്ഞൊരു സാധനമാണ്. അത് പഠിപ്പിക്കാം, അത് വരുമ്പോൾ മനസ്സിലാവും. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇതിൽ നിന്നൊക്കെ കൺക്ലൂഷൻ, ഇത് നമ്മളിപ്പം ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കയറുകയാണ്. അപ്പം ഇവിടെ വരെയുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിന് വേവ് നേച്ചറും പാർട്ടിക്കൽ നേച്ചറും ഉണ്ടെന്ന് പഠിച്ചു. ലൈറ്റിന്റെ വേവ് നേച്ചറും കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫിനോമിനോൺ ആണ് ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ, ഇന്റർഫറൻസ്. ലൈറ്റിന്റെ പാർട്ടിക്കൽ നേച്ചർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫിനോമിനോൺ ആണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, പിന്നെ എന്താ, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഓക്കെ ആണല്ലോ. ഇതേപോലെ തന്നെ ലൈറ്റിന് വേവ് നേച്ചറും പാർട്ടിക്കൽ നേച്ചറും ഉള്ള പോലെ തന്നെ എല്ലാ മാറ്ററുകൾക്കും എന്തുണ്ട്, വേവ് നേച്ചറും പാർട്ടിക്കൽ നേച്ചറും ഉണ്ട്. സിമ്പിൾ ആയിട്ട് പറയാം, ഒരു സിമെന്റ് തേച്ച ഭിത്തി, സിമെന്റ് വെച്ച് തേച്ച് നിങ്ങളുടെ ആ ഭിത്തി നിങ്ങൾക്ക് കാണാം, അല്ലെങ്കിൽ നിങ്ങളതിന്റെ പുറകെ കാണുന്ന ഭിത്തി, ഈ ഭിത്തിയിലോട്ട് നിങ്ങൾ കല്ല് വലിച്ച് ഒറ്റ എറിഞ്ഞു കഴിഞ്ഞാൽ ആ ഭിത്തി മൊത്തമായിട്ട് ഇളകി വരുമോ, അതോ ആ പാർട്ടിലെ മാത്രം ഇറങ്ങി വരും? അതപ്പോ അത് പാർട്ടിക്കൽ നേച്ചർ ഉള്ളതുകൊണ്ട് ഈ പാർട്ടിക്കിൾ ചെന്ന് കിട്ടുമ്പോൾ പാർട്ടിക്കിൾ ഇറങ്ങി. മനസ്സിലായോ? ഇനി വേവിന്റെ കാര്യം കാണിക്കാം. നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയായിരുന്നു നടക്കേണ്ടത്. പക്ഷെ നമ്മൾ അങ്ങനെ നടക്കാത്തതിന് കാരണം നമ്മുടെ മാസ്. നേരെ മറിച്ച് നിങ്ങൾ ഇലക്ട്രോണിനെയാണ് നടത്തിക്കുന്നത്. ഇലക്ട്രോണിനെ കാലും കൈയും വെച്ച് നിങ്ങൾ നടത്തിക്കുമെന്ന് ചോദിച്ചു. ഇലക്ട്രോൺ എങ്ങനെ നടക്കത്തില്ല? ഇലക്ട്രോൺ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ നടക്കത്തില്ല. ഇലക്ട്രോൺ ഇങ്ങനെ നടക്കും. ഇലക്ട്രോൺ ഒരു മാറ്ററാണ്. മനസ്സിലായോ? അപ്പം നമുക്ക് വേവ് നേച്ചർ നമ്മളും വേവ് നേച്ചർ കാണിക്കും. പക്ഷെ നമുക്ക് വേവ് നേച്ചർ എക്സ്പീരിയൻസ് ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് മാസ് കൂടുതലായതുകൊണ്ടാണ്. അത് പറഞ്ഞ തിയറിയാണ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്, ഡി ബ്രോഗ്ലി കൺസെപ്റ്റ്. അവിടെ വരുമ്പോൾ പറയാം. ഓക്കെ, അപ്പം ഇദ്ദേഹത്തിന് ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റിയില്ല, മാറ്ററുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വേവ് തിയറി ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, പുള്ളിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. മറ്റേതൊക്കെ ഓക്കെയാണ്, റേഡിയേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പുള്ളിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ ഒരു തിയറി കൊണ്ടുവന്നത്. ഏതാ, റേഡിയേഷന് ലൈറ്റിന് എന്ത് നേച്ചർ ഉണ്ട്, വേവ് നേച്ചറും പാർട്ടിക്കൽ നേച്ചറും ഉണ്ട് എന്നുള്ള കണ്ടുപിടുത്തങ്ങളാണ് പുള്ളി എന്ത് ചെയ്തത്, ഇതിലേക്ക് നയിച്ചത്. എന്നാൽ മാറ്ററിന് ഇത് രണ്ടും ഉണ്ട് എന്നുള്ളൊരു കണ്ടുപിടുത്തങ്ങൾ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ കണ്ടുപിടുത്തങ്ങളൊന്നും പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് അതിന്റെ പുള്ളിയുടെ ഒരു ഫെയിലിയർ ആണ്. ഓക്കെ ആണല്ലോ. പിന്നെ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും പുള്ളിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ലാത്തതെന്നുള്ളത് പുള്ളിയുടെ അടുത്ത ഒരു. ഓക്കെ ആണല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം, ഇത്രത്തിനകത്ത്. ഡൗട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ താഴോട്ട് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എഴുതുക. ഇതാണ് നമ്മൾ ഇപ്പൊ ഫോളോ ചെയ്യുന്ന മോഡൽ. നമ്മളിപ്പോ ഫോളോ ചെയ്യുന്നത് ഇത് കഴിഞ്ഞ് ഇനി ഉണ്ടാവാം അടുത്ത മോഡൽ. ലാസ്റ്റ് മോഡലാണ് നമ്മളിപ്പോ ഫോളോ ചെയ്യുന്നത്. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. ശരിക്കും ക്വാണ്ടം മെക്കാനിക്കൽ മോഡല് ഡെവലപ്പ് ചെയ്യാൻ കാരണം തന്നെ
ഈ മാറ്ററിന് വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും ഉണ്ടെന്നുള്ള കണ്ടുപിടുത്തമാണ്. ഇതുവരെ റേഡിയേഷൻ ലൈറ്റിന് മാത്രമേ വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും ഉണ്ടെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ മാറ്ററിനും ആ ലൈറ്റ് വന്ന് വീഴുന്ന മാറ്ററിനും വേവ് നേച്ചർ, അല്ലെങ്കിൽ ഏതൊരു മാറ്റർ നോക്കിയാൽ അതിന് വേവ് നേച്ചർ ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട് എന്നുള്ള കണ്ടുപിടുത്തമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്ക് നയിച്ചത്. ഇത് രണ്ട് സയന്റിസ്റ്റ് ഹെയ്സൻബർഗും ഷ്രോഡിംഗറും കൂടെ രണ്ട് ഡിഫറൻറ്റ് സ്ഥലത്തിരുന്ന് ഒരേ കാര്യങ്ങൾ കണ്ടുപിടിച്ചു. അവർക്ക് തമ്മിൽ പരസ്പരം അറിയത്തില്ല. ഇത് രണ്ടുപേരും രണ്ട് ഡിഫറൻറ്റ് സൈഡിലേക്ക് ഇരുന്നിട്ട് ഒരേ കാര്യങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ അതെന്താ രണ്ടും ഒരേ കാര്യമായി. അപ്പൊ അതും അവർ രണ്ടുപേരും കൂടെ എന്താ ഒരു ക്ലബ് ഏൽപ്പിച്ച് അവരുടെ കൺസെപ്റ്റാണ് നമുക്ക് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കിയോ, ടു എഴുതിക്കോ, ടു ഇമ്പോർട്ടന്റ് developments which contribute to the formulation of quantum mechanical model. Quantum mechanical model. രണ്ട് തിയറിയാണ് ശരിക്കും ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ. ഒന്ന്. രണ്ട് എന്ന് പറയുന്നത് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി ഈ രണ്ട് കൺസെപ്റ്റുകളാണ് ഈ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. ബോറിന്റെ കൺസെപ്റ്റിൽ നിന്നും കുറച്ചുകൂടെ ഒരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ സജസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാരണം. എന്നിട്ട് താഴോട്ട് എഴുതുക. ആദ്യത്തെ എക്സ്പ്ലനേഷൻ എന്താ? ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ. സബ്ഹെഡിങ് എഴുതുക. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ. എഴുതേണ്ടത് ഇങ്ങനെയാണ്. വേവ് നേച്ചർ ഓഫ് മാറ്റർ വാസ് സജസ്റ്റഡ് ബൈ വേവ് നേച്ചർ ഓഫ് മാറ്റർ was suggested by de Broglie. ഒരു ഡോട്ട് ഇട്ടാണ് എഴുതുന്നത്. അടുത്ത ഡോട്ട് എഴുതുന്നത് like electromagnetic radiation, EMR എന്ന് എഴുതാമേ. EMR, all matter to have dual nature. ഇനി ഈ ഡി ബ്രോഗ്ലി കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോളൂ. അടുത്ത ഡോട്ട് എഴുതാം. അക്കോർഡിംഗ് ടു ഡി ബ്രോഗ്ലി, ഇത് പഠിക്കണം, ഇത് ഡി ബ്രോഗ്ലിയുടെ കൺസെപ്റ്റ് ആണ്. അക്കോർഡിംഗ് ടു ഡി ബ്രോഗ്ലി, any particle, അത് എസ്പെഷ്യലി അറ്റോമിക് പാർട്ടിക്കിളുടെ കേസിലാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് വേവ് നേച്ചർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ? അല്ല, നമുക്ക് നമ്മുടെ ശരീരത്തിൽ അത് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പം അറ്റോമിക് പാർട്ടിക്കിളുടെ കേസിലാണ്. അപ്പോൾ വേണമെങ്കിൽ ബ്രാക്കറ്റിൽ അറ്റോമിക് പാർട്ടിക്കിൾ എന്ന് കൊടുക്കാം. any particle that is having mass m moving with velocity v, mass m moving with velocity v shows wave nature. And the wavelength associated with such a wave is called de Broglie wavelength. അതായത് ഏതൊരു
പാർട്ടിക്കിൾ m മാസ് ഉള്ള v വെലോസിറ്റിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഏത് പാർട്ടിക്കിളും എന്ത് നേച്ചർ കാണിക്കും? വേവ് നേച്ചർ കാണിക്കും. ആ വേവ് നേച്ചർ കാണിക്കുമെങ്കിൽ അതൊരു വേവ് ആയിട്ട് പോകും. വേവ് ആയിട്ട് പോവാണെങ്കിൽ അതിനൊരു വേവ് ലെങ്ത് ഉണ്ട്. ആ വേവ് ലെങ്തിനെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറയും. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ലാംഡ ഈസ് ഈക്വൽ ടു h ബൈ m h ബൈ പി എന്ന് എഴുതി. h ബൈ പി എന്ന് എഴുതി. എന്നിട്ട് അവിടെ നിന്ന് എഴുതി h ബൈ പി. അവിടെ നിന്ന് ലാംഡ ഈസ് ഈക്വൽ ടു h ബൈ പി മൊമെന്റം ആണ് m ഇൻറ്റു v എന്ന് എഴുതാം. p എന്ന് പറയുന്നത് എന്താ? p എന്ന് പറയുമ്പോൾ മൊമെന്റം ആണ്. മൊമെന്റത്തിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. ഇനി ഇവിടെ ഇങ്ങനെ നോക്കാം. ഇവിടെ ഈ വേവ് ലെങ്തും മാസും എന്താ? ഹിയർ ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താ? മാസാണ്. അതിനർത്ഥം എന്താ? മാസ് കൂടിയാൽ വേവ് ലെങ്ത് കുറവായിരിക്കും, അല്ലേ? അതാണ് നമുക്ക് വേവ് കാണാൻ പറ്റാത്തത്. ഇവിടെ നോക്കിയോ, ഞാൻ ഉദാഹരണം പറയാം. ഈ വേവിനാണോ അതോ ഈ വേവിനാണോ വേവ് ലെങ്ത് കൂടുതൽ? ഇതിന്, അല്ലേ? ഈ വേവിനാണോ അതോ ഈ വേവിനാണോ വേവ് ലെങ്ത് കൂടുതൽ? ഇതും കൂടെ കമ്പയർ ചെയ്യുന്നത്. ഇനിയും ഈ വേവിനാണോ അതോ ഈ വേവിനാണോ വേവ് ലെങ്ത് കൂടുതൽ? ഇതിന്. ഇനി ഈ വേവിനാണോ അതോ ഈ വേവിനാണോ വേവ് ലെങ്ത് കൂടുതൽ? ഇതിന്, അല്ലേ? ഇനി ഈ വേവിനാണോ അതോ ഈ വേവിനാണോ വേവ് ലെങ്ത് കൂടുതൽ? കാണാൻ പറ്റുന്നില്ല, അല്ലേ? അപ്പം ഇങ്ങനെയുള്ള വേവ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇത് എന്തായിട്ടാണ് കാണാൻ പറ്റുന്നത്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ലേ കാണാൻ പറ്റുന്നത്? ആണോടെ? ആണോ? ഇങ്ങനെ ഒരു ലൈൻ പോകുന്ന പോലെയല്ലേ കാണാൻ പറ്റുന്നത്? മാസ് കൂടിയ ഒബ്ജക്റ്റുകളെല്ലാം ഇങ്ങനെയായിരിക്കും പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കാണാൻ പറ്റുന്നത്. മാസ് കൂടിയാൽ വേവ് ലെങ്ത് കുറയും. അതായത് വേവ് ലെങ്ത് കണ്ട് താഴോട്ട് വരുമ്പോൾ വേവ് ലെങ്ത് കുറഞ്ഞു വരിക. മാസ് കൂടിയാൽ വേവ് ലെങ്ത് കുറയും. റൊണാൾഡോ കിക്ക് അടിക്കുന്ന സമയത്ത് ബോൾ എങ്ങനെയാ പോകുന്നത്? ഇങ്ങനെ വളഞ്ഞിങ്ങനെ പോകുന്നത്, അതോ ഇങ്ങനെ വളഞ്ഞാണോ പോകുന്നത്? അങ്ങനെയാണോ പോകുന്നത്? അല്ല, അതിന് മാസ് കൂടുതലല്ല. അപ്പം നിങ്ങൾ ചോദിക്കും, അപ്പൊ ഇലക്ട്രോണിന്റെ എങ്ങനെ? ഇലക്ട്രോണിന്റെ മാസ് എത്ര ഉള്ളതെന്ന് അറിയോ? 9.1 into 10⁻31 kg. അത് എത്രയാണ്? ഫസ്റ്റ് ക്ലാസ് ഞാൻ പറഞ്ഞത് എത്രയാണെന്നറിയോ? 0.00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 0
0.01 തന്നെ ഒത്തിരി കുറവാണ്. അപ്പൊ ഇത്ര 0.00 കഴിഞ്ഞ് ഇത്രയും കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മൾ വേവ് ആയിട്ട് പോകാത്തതിന്റെ കാരണം അതാണ് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ആലോചിക്കും. ക്ലിയർ ആണല്ലോ? ഇതാണ് ഡി ബ്രോഗ്ലി കൺസെപ്റ്റ്. അടുത്ത ഹെയ്സൻബർഗിന്റെയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഫൈൻഡ് അപ്പ് ചെയ്യാം. എഴുതിക്കോളൂ. അടുത്തത് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഹെയ്സൻബർഗ് ഈ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? സിമ്പിൾ ആയിട്ട് പറയാം. ഒരു ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമല്ലോ. എല്ലാവരും ശ്രദ്ധിക്കണം. ഒരു ഇലക്ട്രോൺ ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഹെയ്സൻബർഗ് പറയുന്നത് ഒരിക്കലും ഇലക്ട്രോണിന്റെ മാസും ഇലക്ട്രോണിന്റെ വെലോസിറ്റി ഒരേ സമയം സൈമൾട്ടേനിയസ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഒരേ സമയം കണ്ടുപിടിക്കാനില്ല. മാസും വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, മാസ് പോട്ടെ, ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി. പൊസിഷൻ മാസ് അല്ല, പൊസിഷൻ ആണ്. പൊസിഷനും വെലോസിറ്റി. അതായത് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ എന്തെങ്കിലും ടെക്നോളജി വെച്ച് നമുക്കിപ്പോൾ എക്സ്റേ ഡിഫ്രാക്ഷൻ മെത്തേഡ് ഒക്കെ വെച്ചിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്പെക്ട്രൽ ലൈൻസിന്റെ കൺസെപ്റ്റ് വെച്ച് ഇലക്ട്രോൺസ് എവിടെ ആയിരിക്കുന്നതൊക്കെ കണ്ടുപിടിക്കാം. അപ്പൊ ഇപ്പൊ ഇലക്ട്രോൺസ് ഇവിടെ ആയിരിക്കുന്നതെന്ന് ഞാൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ ഇലക്ട്രോണിന്റെ വെലോസിറ്റി എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി ഇലക്ട്രോണിന്റെ വെലോസിറ്റി ആണ് ഞാൻ കണ്ടുപിടിക്കുന്നതെങ്കിൽ പൊസിഷൻ ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ആക്യുറേറ്റ് ആയിട്ട് ഇത് രണ്ടും ഒരേ സമയം സൈമൾട്ടേനിയസ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഞാൻ മൊമെന്റം കൃത്യമായിട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഞാൻ കണ്ടുപിടിക്കുന്ന പൊസിഷനകത്ത് അൺസർട്ടനിറ്റി ഉണ്ടാവും. ഞാൻ പൊസിഷൻ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഞാൻ കണ്ടുപിടിക്കുന്ന മൊമെന്റത്തിനകത്ത് അൺസർട്ടനിറ്റി ഉണ്ടാവും. അതാണ് പുള്ളി പറഞ്ഞത്. ആണ്, അത് കുറെ കാരണങ്ങളുണ്ട്, അതൊന്നും നമുക്ക് പഠിക്കാനില്ല. അപ്പം അത് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതിക്കോ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ simultaneously
the exact position, exact position and exact momentum, ബ്രാക്കറ്റിൽ ഓർ വെലോസിറ്റി നോക്കും. കാരണം മൊമെന്റത്തിനകത്ത് ഓൾറെഡി വെലോസിറ്റി ഉണ്ടല്ലോ. മൊമെന്റം പറയുമ്പോൾ വെലോസിറ്റി കൂടെ ആയി. ഓർ വെലോസിറ്റി ഓഫ് ആൻ ഇലക്ട്രോൺ with absolute accuracy, with absolute accuracy, that it is impossible to determine simultaneously the exact position and exact momentum of an electron with absolute accuracy. ഏതാ? accurate ആവത്തില്ല. അപ്പം അത് എന്താ പറയുക, അതിനൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇത് ഡെൽറ്റ എക്സ് എന്ന് പറയുമ്പോൾ അൺസർട്ടിനിറ്റി ഇൻ പൊസിഷൻ, ഡെൽറ്റ പി എന്ന് പറയുമ്പോൾ അൺസർട്ടിനിറ്റി ഇൻ മൊമെന്റം. അൺസർട്ടിനിറ്റി ഇൻ മൊമെന്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് അൺസർട്ടിനിറ്റി ഇൻ വെലോസിറ്റി ഉണ്ട്, കാരണം എം ഇൻറ്റു വി അല്ലേ. അത് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും അറിയാമോ? ഗ്രേറ്റർ ദാൻ എച്ച് ബൈ 4π ചെയ്യുന്നത്. എച്ചിന് ഒരു വാല്യൂ ഉണ്ട്, 4 അറിയാം, പൈക്കും അറിയാം. ഇത് ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടുമല്ലോ. ആ വാല്യൂവിനെക്കാളും കൂടുതലായിരിക്കും എപ്പോഴും ഈ നമുക്ക് കിട്ടിയ അൺസർട്ടിനിറ്റി ഇൻ പൊസിഷനും അൺസർട്ടിനിറ്റി ഇൻ മൊമെന്റവും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പം ഇവിടെ നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഒന്നുകൂടെ സോൾവ് ചെയ്തിട്ട് ഡെൽറ്റ എക്സ് ഇൻറ്റു പിനെ നമുക്ക് എന്തെന്ന് എഴുതാം? പി എന്ന് പറഞ്ഞാൽ എന്താ? എം ഇൻറ്റു വി ആണ്. എമ്മിന് മാസ് നമുക്ക് ഓൾറെഡി ഫിക്സ്ഡ് ആണ്, മാസ് കണ്ടുപിടിച്ചതാണ്. മാസിന് അൺസർട്ടിനിറ്റി ഇല്ല, എം ഡെൽറ്റ വി എന്ന് എഴുതാം. ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? എച്ച് ബൈ 4π ആയിരിക്കും. ഇനി ഓരോ കാര്യങ്ങൾ എഴുതുക. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ, അത് എറർ വാല്യൂ ആണ്. ഏതാ? ഡെൽറ്റ എക്സ്. അടുത്ത എന്താ? ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ എന്താ? അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം. അടുത്തത് ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ എന്താ? അൺസർട്ടനിറ്റി ഇൻ എന്താ? വെലോസിറ്റി. അതായത് ഇപ്പം നമുക്കൊരു ഉദാഹരണം പറയാം. ഒരു റോക്കറ്റ് ഇല്ല, റോക്കറ്റ് ഇവിടുന്ന് പോകുമ്പോഴേ കൃത്യമായിട്ട് നമുക്ക് അത് ഇത്ര മണിക്കൂർ കഴിയുമ്പോൾ ഇത്ര പൊസിഷനിലെത്തും, അതിന്റെ വെലോസിറ്റി ഇത്രയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അതിനനുസരിച്ചാണ് ഇവിടുന്ന് ഗൈഡ് ചെയ്ത് വിടുന്നത് ആണല്ലോ. എന്നാൽ ഇലക്ട്രോണിന്റെ അത് പറ്റത്തില്ല. ഇലക്ട്രോണിനെ നമുക്ക് പറ്റത്തില്ല. കാരണം ബോർ പറയുന്നത് ഇത് കൃത്യമായിട്ടുള്ള ഓരോ ഷെല്ലുകളിലാണ് കറങ്ങുന്നത് എന്നാണ് പറയുന്നത്. അതായത് കൃത്യം ഇന്ന ഷെല്ലിൽ ഇങ്ങനെ കറങ്ങുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിന്റെ പൊസിഷൻ കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇലക്ട്രോൺ കാണാൻ സാധ്യതയുള്ള ഒരു റീജിയൻ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അതിന് ഇലക്ട്രോൺ ക്ലൗഡ് എന്നൊക്കെയാ പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ബോർ തിയറി ഫെയിലിയർ ആകാൻ കാരണം. ഇലക്ട്രോൺ കൃത്യമായിട്ട് ഒരു ഷെല്ലിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ബോർ പറയുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാൻ സാധ്യതയുള്ള ഒരു റീജിയൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അതിനെ നമ്മൾ ഓർബിറ്റൽ എന്ന് പറയാം. അത് അടുത്ത സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. ഇലക്ട്രോണിനെ ഒരിക്കലും എന്താ കൃത്യമായിട്ട് ഇന്നടത്തുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ഭാഗത്ത് എവിടെയോ ഉണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. പക്ഷെ ബോർ എന്താ പറയുന്നത്? ബോർ പറയുന്നത് ഒന്നാമത്തെ ഷെല്ലിൽ, രണ്ടാമത്തെ ഷെല്ലിൽ, മൂന്നാമത്തെ ഷെല്ലിലൊക്കെ കൃത്യം ഇന്ന പൊസിഷനിൽ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അതൊക്കെ ഫെയിലിയറായി, അത് പിന്നീടുള്ള കണ്ടുപിടുത്തം. അതുകൊണ്ട് തന്നെ നമ്മളെന്താ ബോറിൻ്റെത് കംപ്ലീറ്റ് ആയിട്ട് തെറ്റാന്ന് പറയില്ല. ബോർ പറഞ്ഞത് ശരിയാണ്, കേശല്ലാതെ രണ്ടെണ്ണേ ഉള്ളായിരിക്കും. പക്ഷെ ആ രണ്ടെണ്ണം ഇന്ന പൊസിഷനിലാണെന്ന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അത് നമുക്ക് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് യെസ് ഓർബിറ്റൽ
പി ഓർബിറ്റൽ, ഡി ഓർബിറ്റൽ, എഫ് ഓർബിറ്റൽ എന്ന് പറഞ്ഞ 4 ഓർബിറ്റൽ പഠിക്കുമ്പോൾ ഇത് ക്ലിയർ ആയിട്ട് അത് ഇതുപോലുള്ള റിലേഷൻ നമുക്ക് മനസ്സിലാവും. ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണോ? ഓൺലൈനിൽ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രയും പഠിപ്പിക്കാൻ ഞാൻ തൽക്കാലം ഇന്നത്തേക്ക് ഇത്രയും പഠിക്കുന്നു. ഡൗട്ട് ഇല്ലെങ്കിൽ